മുഖ്യമന്ത്രി സതീശന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൂട്ടുകക്ഷി ഭരണമാണ്. അപ്പോൾ മറ്റുള്ള മന്ത്രിമാരുടെയും കൂടി താല്പര്യം പരിഗണിക്കേണ്ടി വരും അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ കാട് വെട്ടണമെന്ന് പറഞ്ഞാൽ വെട്ടട്ടെ, അല്ല എന്തിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ ടൈപ്പ് ഒരു പരിസ്ഥിതിയാണ്. പിന്നെ മാതൃഭൂമി ചീഫ് എഡിറ്റർ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു കേട്ടോ, വീരേന്ദ്രകുമാർ. വീരേന്ദ്രകുമാറിനെ ഒരു മന്ത്രിസഭയിൽ വനവകുപ്പ് മന്ത്രിയാക്കി, പിറ്റേ ദിവസം മാറ്റി അദ്ദേഹത്തെ അവിടെ. കാരണം എന്തുകൊണ്ടാ? അദ്ദേഹം അവിടെ ഇരുന്ന് വനമന്ത്രി ഇരുന്ന വനക്കൊള്ളക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവരൊക്കെ പിടിച്ചകത്താക്കും എന്നുള്ളത് ഒരു സത്യം. അതുകൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസം രാജിവെക്കേണ്ടി വന്നു. ഇനി നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ അല്ല, ഞാൻ റിപ്പോർട്ടില്ലേ, ഗാഡ്ഗിൽ റിപ്പോർട്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരെ പ്രതിഷേധം നടന്നു. ഏറ്റവും കൂടുതൽ പ്രതിഷേധം കോഴിക്കോടാണ്. അവിടെ രാഷ്ട്രീയ ഇത് കത്തിച്ചു. എന്താ, വന സ്റ്റേഷൻ ഉണ്ടല്ലോ ഇപ്പോൾ, ഫോറസ്റ്റ് സ്റ്റേഷനുകളുണ്ട് പലയിടത്തും, അത് കത്തിച്ചു ഫോറസ്റ്റ് സ്റ്റേഷൻ. ഒരു ആക്ഷനും ഉണ്ടായില്ല ഒരാൾക്കെതിരെ. ഒരു സർക്കാർ ഓഫീസിന് തീയിട്ടിട്ട് ചോദിക്കാൻ ആളില്ലെന്ന അവസ്ഥയാണ് നമ്മുടെ. കാരണം തീയിട്ടതൊക്കെ വലിയ വലിയ മന്യന്മാരാണ്, വലിയ വലിയ കാശുകാരാണ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ ഗാഡ്ഗില് പറഞ്ഞേക്കണ റിപ്പോർട്ട് പഠിച്ചവർക്ക് അറിയാം, ഞാൻ കുറേ വായിച്ചിട്ടുള്ളതാണ്. യാതൊരു മനുഷ്യർക്കും ശല്യം ചെയ്യാത്തൊരു നല്ല റിപ്പോർട്ടാണ് വായിച്ചത്. അതൊക്കെ ഇനി അത് പോട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ജനകീയ ആസൂത്രണം ആദ്യമായിട്ട് വന്ന വർഷം, അപ്പം ഞാനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി. കാവുകൾ അന്ന് എനിക്കായിരുന്നു സാംസ്കാരികത്തിൻ്റെ ചാർജ്. അപ്പം ഞാനൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കി, കാവുകൾ സംരക്ഷിക്കുക എന്നും പറഞ്ഞിട്ട് പ്രൊജക്റ്റ് അവതരിപ്പിക്കണമല്ലോ. പ്രൊജക്റ്റ് അവതരിപ്പിച്ചു. അപ്പോൾ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നതാണ്, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പ്രസിഡന്റാണ്, ഒരു CPM കാരനാണ്. ഭയങ്കര ക്രൂരനായ ട്രംപിനെ പോലെ ഒരാളാണ് സത്യം പറഞ്ഞാൽ. ഭയങ്കര ക്രൂരനും ഒക്കെയാണ്, പെട്ടെന്ന് ചൂടാവും. അദ്ദേഹം ഈ റിപ്പോർട്ട് ഞാനിത് അവതരിപ്പിച്ച ആദ്യമായി, താൻ BJP ആണ്, താൻ RS ആണ്, തൻ്റെ റിപ്പോർട്ടുകൾ വേണമെന്ന് വലിച്ചെറിഞ്ഞ് കാട്ടിക്കളഞ്ഞ റിപ്പോർട്ട് അദ്ദേഹം. എനിക്ക് വിഷമം തോന്നിയില്ല, കാരണം അയാൾക്ക് പ്രതിഷേധിച്ചാണ് നിൽക്കണതേ. ഞാൻ വേറെ ഫോട്ടോ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 5 ലക്ഷം രൂപ കാവ് സംരക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ തൃത്താല BD ആയിരിക്കുന്ന സമയത്ത് തൃത്താലയിൽ 5 ലക്ഷം രൂപ കാവ് സംരക്ഷണം മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു അച്ചീവ്മെൻ്റായിട്ട് ഞാൻ കണ്ടത്. പിന്നെ ഞങ്ങളുടെ അടുത്ത് വെണ്ണൂർ എന്ന സ്ഥലമുണ്ട്, വെണ്ണൂർ ആലത്തൂർ. അവിടെ അമ്പലമുണ്ട്, വലിയ ക്ഷേത്രമാണ്, ഭഗവതി ക്ഷേത്രമാണ്. അതിൻ്റെ അടുത്തൊരു വനദുർഗ ക്ഷേത്രമുണ്ട്. അവർക്ക് 5 ലക്ഷം മേടിച്ചു കൊടുക്കാൻ അവിടെ നിർദ്ദേശം കൊടുത്ത് അവർക്കും കിട്ടി 5 ലക്ഷം. അപ്പോൾ അന്ന് തന്നെ BJP കാരനാണ് കാവ് സംരക്ഷിക്കുന്നത് പറഞ്ഞപ്പോൾ ചീത്ത പറഞ്ഞ പ്രസിഡന്റൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിൽ പാർട്ടിയിൽ ആരും അല്ലാണ്ട് കൂലിപ്പണി നിറങ്ങണം. അപ്പോൾ ഇത്ര വലിയ പൊസിഷനിൽ ആൾ കൂലിപ്പണി എടുത്ത് ഇറക്കണം, അത് അയാളുടെ ഭാഗം. ഇങ്ങനെ പിന്നെ നമ്മൾക്ക് വേറെ പ്രശ്നമുള്ളതേ, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. പരിസ്ഥിതി പഠനം, പരിസ്ഥിതി സ്നേഹം കുട്ടികളില്ല. ഞാൻ പറഞ്ഞ എല്ലാ ക്ലാസ്സിലും പരിസ്ഥിതി പഠനത്തിനെ പറ്റി ഒരു സബ്ജക്റ്റ് വേണം, ഒരു പീരീഡ് തന്നെ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അതുപോലെ പൗരധർമ്മം, എന്താ പൗരധർമ്മം, അത് പഠിപ്പിക്കാൻ ആർക്കെങ്കിലും നമ്മുടെ പഠനത്തിൽ അത് സബ്ജക്റ്റാക്കിയിട്ട് എന്താണ് പൗരധർമ്മം എന്ന് ചെറിയ കുട്ടികൾ മനസ്സിലാക്കി വരണം. വലിയ കുട്ടികൾക്ക് മനസ്സിലാക്കി കടക്കൽ ചെന്ന് വളം വെച്ചിട്ട് കാര്യമില്ലോ, ചെറിയ വളഞ്ഞ് വയ്ക്കുന്ന പറഞ്ഞ പോലെ എന്താണ് പൗരധർമ്മം എന്ന് കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ പിന്നെ കുട്ടികൾ നേരെയായ വഴി. ഇപ്പോൾ ടേസ്റ്റ് കിട്ടി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ മകൻ അമേരിക്കയിൽ നിന്നപ്പോഴേ അവന് പഴം കൊടുത്തു. അവൻ പഴം തിന്നിട്ട് അന്വേഷിച്ച് കിടക്കുക ഇതിൻ്റെ സ്ഥലം. നമ്മുടെ കുട്ടികളെ എന്തെങ്കിലും പഴം തിന്നിട്ട് മെസ്സോത്തിട്ടേക്ക് അല്ലെങ്കിൽ അവിടെ വലിച്ചെറിയും, അതല്ലേ. അവർക്കത് നേരത്തെ തന്നെ ട്രെയിനിങ് കൊടുക്കണം സ്കൂളിലൊക്കെ, പരിസ്ഥിതി പഠനം എന്താണ്, അതുപോലെ എങ്ങനെയാണ് പ്രകൃതി സംരക്ഷിക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാം, നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഒരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തണം, പൗരധർമ്മവും അതൊരു സബ്ജക്റ്റ് ഉൾപ്പെടുത്തണം. പിന്നെ വനസംരക്ഷണവും അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണ സബ്ജക്റ്റ് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി നമ്മൾ പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ വരണ വഴി സാറ് കണ്ടു കുറേ മരങ്ങൾ വെട്ടിയിട്ട് കണ്ടോ? ആ പാലം കടന്നങ്ങോട്ട് പോയാൽ കാണാം. ആ പാറക്കടവിൽ കുറേ റെയിൻ ട്രീസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമാണെന്നറിയാം, AC പോലെയാണ്. ആ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞു. നമ്മുടെ PWDക്ക് ഒരു പ്രത്യേകത, റോഡ് പണി എന്ന് പറഞ്ഞാൽ ആദ്യം മരം വെട്ടലാണ് അവരുടെ പണി. അത് വെട്ടി കാശുണ്ടാക്കാനാണ്. അത് കഴിഞ്ഞിട്ട് അവന് റോഡ് പണി. എത്രയോ രാജ്യങ്ങളിൽ മരങ്ങൾ വെട്ടാതെ റോഡ് ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ അഹല്യ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിലും, അഹല്യ പാലക്കാട്, അദ്ദേഹം ഒരു പ്രകൃതി ഒറ്റ മരം പോലും മുറിക്കാതെ അത് കെട്ടുമ്പോഴേക്കും അവിടെ റോഡ് ഉണ്ടാക്കിയിരുന്നു. മരത്തിൽ നിന്ന് അടുക്കി കൂടി റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഫോറിനേഴ്സിലൊക്കെ. അങ്ങനെയാണ്, ഒരു മരം മുറിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. നമ്മുടെ അവിടെ അങ്ങനെ PWD ആദ്യം റോഡ് വികസനം എന്ന് പറഞ്ഞാൽ അപ്പം മരം മുറിക്കല അവരുടെ പരിപാടി. അപ്പോൾ ഇവിടെ പാറക്കടവ്, നമ്മൾ ഈ സന്ദർശനം നടത്തിയിട്ട് ഈ പാറക്കടവ് ഒരു മനുഷ്യൻ ഉണ്ടായില്ല ചോദിക്കാനുള്ള. എനിക്ക് വിഷമമായി പോയി കേട്ടോ. ഞാൻ നേരത്തെ അത് കണ്ടിരുന്നു. ഞാൻ അവിടെ വന്ന് സമരം ചെയ്തേനെ, ഒരു സംശയമില്ല. ഒറ്റയ്ക്ക് സമരം ചെയ്ത് എനിക്ക് ഇഷ്ടംപോലെ പരിചയമുണ്ട്. ആ മരത്തിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ. അല്ലെങ്കിൽ അവിടെ കുറേ ആൾക്കാരൊക്കെ സംഘടിപ്പിച്ച് വെട്ടാൻ പറ്റില്ല എന്ന് പറയുമായിരുന്നു. പക്ഷെ അത് പറയാനൊരു മനുഷ്യനുണ്ടായില്ല. എനിക്ക് സങ്കടം തോന്നി സത്യം കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ആർക്കും പോകണമെങ്കിൽ നോക്കിയാൽ കാണാം. 10 വർഷം 300 വർഷം പഴക്കമുള്ള
മരങ്ങൾ വെട്ടിക്കളഞ്ഞേക്കാം. അത് എന്തിനെ പറ്റിയെന്ന് അവർക്കും തന്നെ അറിയില്ല. തൊട്ടപ്പുറത്ത് ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ക്ലബ്ബുകാരൊക്കെ. പിന്നെ ആ ക്ലബ്ബുകാർക്കൊന്നും ഇടപെടാമായിരുന്നു. എന്തിനാണ് നിങ്ങൾ വെട്ടണം ചോദിക്കും, ഒരു മനുഷ്യൻ ചോദിക്കില്ല. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മരം, വലിയ നല്ലൊരു മരമായിരുന്നു, അത് വെട്ടണം. അപ്പോൾ ഞാൻ വെട്ടാൻ വന്നപ്പോൾ ഞാൻ ചെന്നു, അവിടെ എന്നെ വിളിച്ചു പറഞ്ഞു ഒരാളിത് മരം വെട്ടണം. ഞാൻ ചെന്ന് ചോദിച്ചു, അപ്പോൾ എന്താ ചേട്ടാ മരം വെട്ടാൻ, കടയോട് വിട്ടില്ല, കൊമ്പിറക്കുള്ളൂ. കാരണം ആ ബിൽഡിങ്ങിന് ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മരം വെട്ടല്, ആ കൊമ്പ് മാത്രമേ മുറിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് മുറിക്കുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പ്രകൃതി സംരക്ഷണം എന്താണെന്ന് നമുക്ക് നമ്മളിങ്ങനെ പറയുന്നല്ലാണ്ട് പ്രകൃതി സംരക്ഷണം നമുക്ക് ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്തുകൊണ്ടാണ് എന്തെങ്കിലും ക്രിയാത്മകം കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ നമ്മുടെ കൂടെ വേണം. അങ്ങനെ ഹരിത രാഷ്ട്രീയം നമുക്ക് ഉണ്ടാവില്ല. അതുപോലെ പഴയൊരു ഭാഗത്ത് മാലാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു 10 ഏക്കർ സ്ഥലം, ഞാൻ ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ പ്രവർത്തനം കൂടിയാണ്. അവർക്കൊരു 10 ഏക്കർ സ്ഥലം സർക്കാർ പതിച്ചു കൊടുത്തു. ലീസിന് കൊടുത്തേക്ക്, ലീസിനല്ല, കൈമാറി, സ്ഥിരമായിട്ട് ഉപയോഗിക്കാനല്ല. സർക്കാരിൻ്റെ ആവശ്യം അവിടെ ഒരു നാടൻ മാവൻ തോട്ടം നട്ടു വളർത്തണം എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ പലരും പല ഭാഗത്തു നിന്നൊക്കെ പല വിവിധമായ ഞാൻ കൊണ്ട് കൊടുത്തൊരു സപ്പോട്ട മാങ്ങ എന്ന് പറയുന്നത് മാങ്ങ കണ്ട സപ്പോട്ടയാണ്, പക്ഷെ മാങ്ങയുടെ ഗുണങ്ങളോടെ മാങ്ങ അത് കൊണ്ട് കൊടുത്തു. അങ്ങനെ നട്ടു വളർത്തി ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം DTPCക്ക് കൊടുക്കാൻ പറഞ്ഞു കളക്ടർ. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ അവർക്ക് കൈമാറാൻ പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഇതൊക്കെ നല്ല 10 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ വളർന്നു വന്ന് നല്ലൊരു കാടാവും, നല്ല നാടൻ മരങ്ങൾ മാവുകളൊക്കെ കാണാൻ വരും തലമുറയ്ക്ക് പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചെയ്ത്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സാധനം തിരിച്ചു കൊടുത്തു. അത് വെറുതെ കാട് പിടിച്ച് കിടക്കെടുപ്പോൾ വീണ്ടും ഞാനൊരു പ്രൊജക്റ്റിനാക്കി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്ത് ചെന്നിരുന്നു. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, ബ്ലോക്ക് പ്രസിഡന്റിനെ കണ്ടു. ആ ബ്ലോക്ക് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ സുഗതകുമാരിക്ക് യുക്തമായ സ്മാരക ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. സുഗതകുമാരിക്ക് പ്രകൃതി സ്നേഹിയായിരുന്നല്ലോ സുഗതകുമാരി. അട്ടപ്പാടിയിൽ വനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ഒരു കുന്ന് മൊട്ടക്കുന്നായിരുന്നു. അവിടെ വനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി 5 ലക്ഷം രൂപ കൊടുത്തിട്ട് 2 ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ചാണ് സുഗതകുമാരി. അവിടെ ഇപ്പം നല്ല അസല് കാടാണ്, മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് ആ കുന്ന്. അപ്പം അങ്ങനെ സുഗതകുമാരിക്ക് സ്മാരകമില്ല. അപ്പം നമുക്കിത് സ്മാരകമായിട്ട് പണിതൊരു ബിൽഡിംഗ് ഒക്കെ പണിത്, ലൈബ്രറി ഒക്കെ പണിത്, കലാകാരന്മാർക്ക് വരയ്ക്കാനും എഴുതാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ പ്രൊജക്റ്റ് കൊടുത്തു. അപ്പോൾ ബ്ലോക്ക് പ്രസിഡന്റ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആലോചിക്കട്ടെ, സ്ഥലം പഞ്ചായത്തിൻ്റെ കയ്യിലാണല്ലോ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി വേണ്ട ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിച്ചു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ കഴിഞ്ഞാൽ ആ മരങ്ങൾ വെട്ടിയിട്ട് ഒന്ന് പോയി കാണണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ ഉൾപ്പെടുത്തണം പഠനത്തിൽ, പരിസ്ഥിതി പഠനവും പൗരധർമ്മം ഉൾപ്പെടുത്തണം. അതിനുവേണ്ട ശ്രമങ്ങളുടെ ഭാഗത്തുണ്ടാകണം എന്ന്. അങ്ങനെ ഉൾപ്പെടുത്തിയത് തന്നെ നല്ല വളർന്നു വരും എന്നുള്ള എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ശ്രമങ്ങൾ തുടരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.